സെപ്റ്റംബർ 12, 13, 14 തീയതികളിൽ പുത്തൂക്കരയിൽ സംഘടിപ്പിക്കപ്പെടുവാൻ പോകുന്ന ആമ്പൽ ഫെസ്റ്റിന് എല്ലാ മംഗളാശംസകളും നേരുന്നു. പുത്തൂക്കരി ഞാൻ ഏതാണ്ട് എല്ലാ വർഷവും പോയി സന്ദർശിക്കാറുള്ള ഒരു ഇഷ്ട സ്ഥലമാണ്. ഒരുപക്ഷെ വളരെ സ്വസ്ഥസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ആമ്പൽ പൂക്കൾ കാണുവാനും ആമ്പൽ വസന്തം ആസ്വദിക്കുവാനുമുള്ള ഒരു അവസരമാണ് പുത്തൂക്കരി. ഏതാണ്ട് എല്ലാ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് മുന്നിൽ എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ വളരെ ഒരു ചുരുക്കം വിഭാഗം ആൾക്കാർ മാത്രമേ ആ കാഴ്ച പോയി കാണുകയും പുത്തൂക്കരയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആമ്പൽ ഫെസ്റ്റിൻ്റെ സന്ദർഭത്തിലെങ്കിലും നാട്ടുകാരിൽ എല്ലാവരും തന്നെ പുത്തൂക്കരിയിലേക്ക് പോവുകയും ആ ഒരു പ്രകൃതി ദൃശ്യം കണ്ടാസ്വദിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ആമ്പലുകളായാലും താമരപ്പൂക്കളായാലും എല്ലാം ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് എല്ലാ ജലാശയങ്ങളിലും സുലഭമായി കാണുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ സമീപ വർഷങ്ങളിൽ താമരപ്പൂക്കൾ ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. താമരപ്പൂക്കൾ മാത്രമല്ല, പല പ്രകൃതി ജന്യ സസ്യ വൃക്ഷലതാദികളും എല്ലാം നല്ലയിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനിടയ്ക്ക് ഈ ആമ്പൽ ചെടികളും ആമ്പൽ പൂക്കളും ചേർന്ന് നടത്തുന്ന ഈ പ്രതിരോധം പ്രകൃതിയുടെ ഭാഗത്തു അങ്ങനെ പുത്തൂക്കരി ആമ്പൽ ഫെസ്റ്റിന്റെ ദിവസങ്ങൾ നമ്മൾ അയ്മനത്തുകാരായ ആളുകളും അതിനുശേഷം പുറംനാട്ടുകാരും വിദേശികളും ഒക്കെ വന്ന് പുത്തൂക്കരിയിലെ ആമ്പൽ സൗന്ദര്യം കാണുകയും ആസ്വദിക്കുകയും ചെയ്യാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പുത്തൂക്കരി ഫെസ്റ്റിന് എൻ്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു.